ഞാൻ നാട് വിടാൻ പറഞ്ഞു. അടിപൊളി സിറ്റി വ്യൂ ആണോ? തായ്വാൻ കാല് കുത്തിയത് അവിടെ ഒരു വേറൊരു ലോകം. അതാണ്. നമ്മൾ ഓൺ ദ വേ ടു എയർപോർട്ട് ഫുഡ് അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇന്ന് പുതിയൊരു സ്ഥലം നമ്മൾ ട്രൈ ചെയ്യാണ്. ഗ്രീഷ്മയുടെ പുതിയ സജഷൻ എന്തൊക്കെയാ ഗ്രീഷ്മ ഓർഡർ ചെയ്തേക്കണ്? 1 crisp vegetable pizza, 1 chicken hot dog, 1 mushroom pizza with tomato, 1 Mexican green apple, 1 cheese tomato, 1 barbecue chicken with 1 garlic, 1 chicken sandwich, 1 chicken burger, 2 chicken roll, and 1 നമ്മൾ വന്നിരിക്കുന്ന പൊറോട്ട ഹട്ടിലാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പൊറോട്ട ട്രൈ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് പൊറോട്ടയാണ് ഇത്, സ്റ്റഫ്ഡ് ചിക്കൻ പൊറോട്ട. അതാണ് ഫസ്റ്റ് ഐറ്റം, ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഓഫ് ദ ഡേ. ഓക്കെ, ഇത് നൂൽ പൊറോട്ട വിത്ത് ക്രീമി മിൽക്കി ചിക്കൻ. വേറെ മെയിൻ ഐറ്റം വരുന്നുണ്ട്, ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ ഉള്ള ഇതായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാൻ ഇങ്ങനെയുണ്ട്. വേറെ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാ? ബോം പൊറോട്ട, ബോം പൊറോട്ട, ഓറഞ്ച് ചിക്കൻ. ഓറഞ്ച് ചിക്കൻ. അപ്പൊ അതാണ് ഞങ്ങൾ ഇനി ഓർഡർ ചെയ്തിട്ട് അതുകൂടി വരുമ്പോൾ ഞാന് ചൈനയ്ക്ക് പോണോണ്ട് ഈ പൊറോട്ടയും ചായ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇത് ലാസ്റ്റത്തെ മീനാണ് എന്റെ. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ചായ ഇതൊക്കെ കിട്ടുള്ളൂ. അവിടെ ഇനി വല്ല ചായക്കടയിൽ കണ്ടുപിടിച്ച അതിന്റെ ഭാഗ്യം. അപ്പൊ പോണതിന് മുന്നേ മാക്സിമം പൊറോട്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കേറാനുള്ള പരിപാടിയാണ്. എന്നേം പറയാനുണ്ടോ തമ്പി? ചായ ചെയ്യാൻ അടിക്കുക. ரொம்ப பிரமாதமா இருக்கு. ചൂടുണ്ടോ? ഗായ്സ്, അങ്ങനെ നമ്മുടെ ഓറഞ്ച് ചിക്കനും വന്നിട്ടുണ്ട്. ക്യാമറയെ കാണുമ്പോ കുറച്ച് റെഡ് ആണെന്ന് തോന്നുന്നു, പക്ഷെ പേര് ഓറഞ്ചാണ്. ഇത് ഈ സാധനം കൊള്ളാം. ഇതിന്റെ ഈ ചട്ടിപ്പത്തിരിയുടെ ഫീൽ ഉണ്ട്, പക്ഷെ ചട്ടിപ്പത്തിരിയുടെ നാട്ടിൽ നിന്നുള്ള ആള് പറയണതിന് വേറെ പേരാ. എന്താ പേര്? അട്ടിപ്പത്തില്. രണ്ടും സെയിം ആണ്. ചട്ടിയിലുണ്ടാക്കുന്ന അട്ടിക്ക് കുറെ ലേസിനാണ് അട്ടിപ്പത്തില് പറയുന്നത്. അട്ടി എന്ന് പറയുമ്പോ നമ്മുടെ അവിടെ അടുക്കി. തമ്പി ക്യാമറ കാണുമ്പോ ഇപ്പൊ സൈലന്റ് ആവണ ഒരു മോഡലാണ്. ഫസ്റ്റ് വ്ളോഗിൽ എല്ലാരും കയറി ഊക്കിയതുകൊണ്ട് സൈലന്റ് ആയി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എടാ, ഇത് ആ ചാനലിലല്ല ഈ വീഡിയോ വരുന്നത്. അത് മാറ്റി, അത് കളഞ്ഞ്. നിന്നെ ആർക്കും അറിയില്ല ഇപ്പൊ. സത്യം. നമ്മള് ഗ്രീഷ്മനെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് തമ്പി. എന്റെ ഹസ്ബൻഡ് തമ്പി ആരാന്നുള്ളതാ. അവതാരം. ഓ, നമ്മുടെ അടുത്ത ഐറ്റം വരുന്നുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു? ബോംബ്. ഇത് ശരിക്കും മുട്ടു വന്നേക്ക്. അമ്പോ, ശരിക്കും ബോംബാണ്. ചിരട്ടയൊക്കെ ഉണ്ടല്ലോ. ഓ, സീൻ. ചിരട്ടക്കകത്താണ് ഐറ്റം വരുന്നത്. അപ്പൊ ഇതാണ് സെറ്റപ്പ്. അടിപൊളി. താങ്ക് യു. നമ്മളതിന് പറഞ്ഞിരിക്കുന്നത് ബോംബെന്ന് വിളിക്കുന്ന ഇത് മറ്റേ പുകയൊക്കെ ആയിട്ട്. താങ്ക് യു. പറ. നാരങ്ങ ഓറഞ്ചും ഒന്നാണ്. അപ്പൊ നാരങ്ങ എന്താ? ഞാൻ നിന്നോട് ചോദിക്കണേ. നാരങ്ങയാണ് ഓറഞ്ച്. ഓറഞ്ച് ഇപ്പൊ എന്താ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതെന്തുവാ? ഈ സാധനം എന്തുവാ? സിട്രസ്, മുസംബി. എടാ, ഇത് നാരങ്ങ. അത് ചെറുനാരങ്ങ. അപ്പൊ വലുതുണ്ടാ? അതിന് ഞങ്ങളുടെ നാട്ടിൽ ആ സാധനം ഇല്ല, അതുകൊണ്ട് അതിന് പേരില്ല. ഓറഞ്ച് നീ കഴിച്ചിട്ടുണ്ടോ? എടാ, ഓറഞ്ച് അള്ളി ആയിട്ട് വരുന്നേ. ഓറഞ്ചാണ് നാരങ്ങ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്. ഈ ഓറഞ്ച് എന്നുള്ള പേര് എവിടെ നിന്നാണ്? കളർ എവിടെ നിന്നാണ്? ഓറഞ്ച്, നാരങ്ങക്ക് ഓറഞ്ച് കളറല്ലേ? അതല്ല, ആ ഓരോ സാധനമായിട്ട് നമുക്ക് അത് ഓറഞ്ച്, അത് നാരങ്ങ. ഇയാൾക്ക് എന്താണ് വയ്യേ? അതിന്റെ കളർ എന്താ? ഓറഞ്ച്. ആ, ഇതാണ് നാരങ്ങ. ഈ സാധനം കണ്ടുണ്ടോ? ഇതിനാണ് നമുക്ക് നാരങ്ങ ഓറഞ്ച് എന്ന് പറയുന്നത്. സിട്രസ് എന്ന് പറയും മലയാളത്തിൽ സിട്രസ് എന്ന് പറയും. മലയാളത്തിൽ പേരില്ല ഇതിന്. മലയാളത്തിൽ ഓറഞ്ച്. അത് ഇത്
ഈ സാധനം കുറച്ച് മഞ്ഞ കളറാണെങ്കിൽ മുസംബി ഇത് രണ്ടും ഒന്നാടാ, ഇത് ഒന്നാടാ. അല്ല, ഇത് രണ്ടും രണ്ടാ. ഇത് രണ്ടും രണ്ടാന്നാണ് ഇവൻ പറയുന്നത്. എടാ ഇവൻ പറയണത് എന്താണെന്നറിയോ? ഓറഞ്ചിന്റെ മലയാളം നാരങ്ങാന്നാണ്. അല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. അതാണ് അവൻ പറയണത്. ഓറഞ്ചിന്റെ മലയാളം എന്താ? കൊറേ ഇംഗ്ലീഷ് പേരുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷ് പേരിൽ തന്നെ വിളിക്കണേ. ഇവൻ പറയണത് ഓറഞ്ചിന്റെ മലയാളം നാരങ്ങയും, ലൈം എന്ന് പറയണത് ഇവന്റെ അവിടെ ചെറുതേ ഉള്ളൂ എന്ന് പറയണത്. അതുകൊണ്ട് ചെറു നാരങ്ങ. എടാ വേറെ വേണോ? ചായ വേണോ? ചായ വേണോ? നിറ വേണോ? വേണ്ട, സെറ്റാണ്. നിനക്ക് കുടിക്കുന്നത് വേണ്ട? ബർഗർ പോലെ കടിച്ചു. ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതെ, ഇത്ര പരിഷ്കാരം ഇവിടെ പാടില്ല. ഇങ്ങനെയല്ലേ കഴിക്കണ്ടേ? നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്? ആ ഓക്കെ ഓക്കെ. ഗായ്സ്, ഇതാണ് ഓണർ. ഞങ്ങളുടെ യൂട്യൂബ് വ്ളോഗിൽ വരുമായിരിക്കും. ഞങ്ങൾ മാക്സിമം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഈവനിങ് ആണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഫുഡ് കൂടുതൽ അവൈലബിൾ. ഉച്ചയ്ക്ക് നല്ല ലഞ്ച്, ബിരിയാണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറെ റെസിപ്പി, ഇത് മിൽക്കി ഗാർലിക് ഒക്കെ നമ്മുടെ റെസിപ്പിയാണ്. ബീഫ് സാധനങ്ങൾ. ഇത് ആക്ച്വലി നമ്മള് പാലാണ്, റിച്ച് ഗ്രേവിയാണ്. അത് കുറച്ച് റിച്ച് ഗ്രേവി. അത് പൊറോട്ടയ്ക്ക് കുറച്ച് നല്ല കോമ്പിനേഷനാണ്. പിന്നെ ബീഫ് നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു പൊറോട്ടയുടെ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മളാണ്. ഞങ്ങൾ ഓരോ പൊറോട്ടയും കണ്ടുപിടിച്ചുകൊണ്ട് അതിന്റെ നാട്ടിലേതാണ്. ഓരോ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമ പൊറോട്ട, സ്റ്റഫ്ഡ് പൊറോട്ട, ഫിലോൺ, അങ്ങനെയുള്ളത് നമ്മുടെ കീമ ഉണ്ട്. അടുത്ത് ബുൾസൈ കഴിച്ചു. അങ്ങനത്തെ സാധനമുണ്ട്. ഇനിയും വരാനുണ്ട് ഒരുപാട് സാധനം. നാട്ടിലെ മെയിൻ ബ്രാഞ്ച് ഏതാ? പട്ടത്താണ് മെയിൻ ബ്രാഞ്ച്. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഒരു 3-4 പക്ഷെ നല്ല സെയിം നെയിം തന്നെയാണോ അവിടെയൊക്കെ? അല്ല, പൊറോട്ട ഹട്ട് ഒറ്റ ബ്രാഞ്ച്. പൊറോട്ട ഹട്ട്. ഇത് വാപ്പാര ഫോർട്ടാണ്, വാപ്പിജിയുടെ ഫോർട്ടാണ്, വാപ്പിയുടെ ഐഡിയ ആണ്. പിന്നെ സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നത് നമ്മളൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ടപ്പ് കൊടുത്ത് വാപ്പാര ഐഡിയ. ഉമ്മ കിച്ചണിൽ നിന്ന് ഒരു 2-3 കോഴി ഫ്രൈ ചെയ്ത് അത് ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പ് കൊടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 400-500 സ്റ്റാഫിങ്. ഞാനിവിടെ വർക്ക് ചെയ്യാറ്. ഞാൻ 2011 വരുമ്പോൾ 700 രൂപ ശമ്പളത്തിന് വന്നതാണ്. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി. അവിടെ നിന്ന് നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. ഈ ബ്രാൻഡ് അത്രയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഷമീർ. എനിവേ നമ്മൾ നടക്കട്ടെ പരിപാടി. നിങ്ങൾക്ക് വീട്ടിൽ വളർത്താൻ ഓറഞ്ച് ജ്യൂസ് ഇല്ല? ഓറഞ്ച് അല്ല, ഞാനവിടെ ഞാൻ കേട്ടത് അങ്ങനെയാ. ഇത് സിട്രസ്. നമ്മള് സാധാ ഒരു അല്ലി കിട്ടുന്നത്. ഇതിനെ നമ്മള് ഓറഞ്ച് എന്ന് പറയാറുണ്ട്. ഓറഞ്ച് എന്ന് പറയാറുണ്ട്. സിട്രസ് എന്ന് പറയും. സിട്രസ് ആണ്. ഈജിപ്തിൽ അത് സിട്രസ് നാരങ്ങ ആക്ച്വലി നിങ്ങൾ പറഞ്ഞ പോലെ നാരങ്ങ മറ്റേ ലെമണും ഉണ്ട്, ലൈമും ഉണ്ട്. ലെമൺ എന്ന് പറയുന്നത് ചെറുത്, ലൈമും ചെറുനാരങ്ങ, നാരങ്ങ, അത് രണ്ടും ഉള്ളു. ചെറുനാരങ്ങ എന്ന് പറയുന്നത് ലെമണ്, വലിയ നാരങ്ങയാണ് ഓറഞ്ച്. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളല്ലേ പറഞ്ഞ അങ്ങനെ പറയരുത്. കോഴിക്കോട്ടുകാർ കണ്ണില് പ്രശ്നമാണ്. കോഴിക്കോട് വരുമ്പോ സ്കൂളിന്റെ പ്രശ്നമാണ്. രാത്രി പുറത്തിറങ്ങി എന്റെ പ്രായത്തിലൊക്കെ വാപ്പുമായൊക്കെ പറഞ്ഞു ആമ്പിള്ളേര് ഇല്ല. 6 മണിക്ക് ശേഷം പോലുള്ളവരെ പേടിച്ചിട്ടാണ്. അപ്പൊ മനസ്സിഞ്ഞി ഞാൻ പോയിക്കോട്ടെ. കോഴിക്കോടിന്റെ പ്രത്യേകത അവരുടെ കയ്യിൽ അല്ലേ?
പണ്ട് ഏറ്റവും കൂടുതൽ വേറെ കുറെ ഇവരല്ലേ ഫുഡുകൾ പടച്ചു വിടുന്നത്. റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പം അവിടെ മണി ഉണ്ടെന്നാണ് ഇപ്പൊ നമ്മള് ശരിക്കുള്ള വേർഡ് ഉദ്ദേശിച്ചത് മണി ലോണ്ടറിങ്. അത് മറ്റേ ആ സൈഡിലല്ല, എന്തോ ഒരു പേരുണ്ടല്ലോ. ബീച്ച് സൈഡിൽ തന്നെ 10-30 കട 40 കട ഇഷ്ടം പോലെ ഫുൾ അവിടെ ഫുൾ കടകളാണ്. മന്തി ആയാലും എല്ലാം ഉണ്ട് അവിടെ. ചിച്ചറ ബിരിയാണി അത് ഇത് ചപ്പ് ഓരോ ദിവസം പുതിയ പുതിയ സ്പോട്ടുകൾ വരും. ഗായ്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. പൊറോട്ട ഹട്ട്, എല്ലാവരും വരിക, ട്രൈ ചെയ്യാം. വണ്ടി എടുക്കാൻ പോവാം. ഇവിടെ കഴിക്കാൻ വരുന്നവർക്ക് ബെസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. തൊട്ടപ്പുറത്ത് കാർ വാഷ് ഉണ്ട്, അവിടെ വണ്ടി കൊണ്ടിടുക. എന്നിട്ട് ഞങ്ങൾ ചെയ്ത പോലെ അവിടെ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വരിക. ഭക്ഷണം കഴിച്ച് പോകുമ്പോഴേക്കും വണ്ടി റെഡി. പുതിയ സാധനം ഓ, ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ഫ്രണ്ടില് അവർക്ക് തന്നെ റെഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു പാർക്കിംഗ് മേടിക്കാൻ. നമ്മളങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ എത്ര നേരമായിട്ട് പറഞ്ഞിട്ടില്ല, തമ്മിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ തായ്വാനിലോട്ട് പോവുകയാണ്. പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു. ഇനി ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്, കാരണം പരിചയപ്പെടുത്താം. ഫുൾ ചിൽ ട്രിപ്പല്ല, വർക്കിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ വർക്ക് ട്രിപ്പാണ്. പക്ഷേ 2-3 ദിവസം വർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം കറങ്ങാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ട്രാവൽ വ്ളോഗ് കൂടി ആയി മാറാൻ പോവുകയാണ്. ഇത്ര ദിവസം ഷൂട്ടായിരുന്നു. ഇതിപ്പോൾ ഷൂട്ട് വേണ്ടിയിട്ട് നമ്മൾ തായ്വാൻ പോവുകയാണ്. ഈ തായ്വാനിലുള്ള ദൃശ്യങ്ങൾ കാണാം. ഞാൻ വളരെ നേരത്തെയാണ്, സമയം 11:30 ആയിട്ടുള്ളൂ. പുലർച്ചെ 3:30ക്കാണ് ഫ്ലൈറ്റ്. ഇനി അത്രയും നേരം ഇതിൻ്റെ അകത്തിരിക്കണം. ഇപ്പം തന്നെ ഉറക്കം വരാൻ തുടങ്ങി. ഫ്ലൈറ്റ് 8 hours 20 minutes. 8 hours ഞാൻ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. ഇതിൻ്റെ മുന്നേ ഞാൻ 8 hours ഇരുന്നിട്ടുള്ളത് ഇവിടെ പോയപ്പോഴാണ്, വിയറ്റ്നാം പോയപ്പോഴാണ്. അത് അറ്റ്ലീസ്റ്റ് കിടക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു. ഇത് എമിറേറ്റ്സിലാണ്, അതുകൊണ്ട് ഒരു പ്രതീക്ഷയുള്ളൂ. എല്ലാതും കാണിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എയർപോർട്ട് നല്ല തിരക്കുണ്ട്. ഉണ്ടോ, ഫുൾ ബിസിയാണെന്ന്, ബിസി ടൈം. അപ്പോൾ ഇനി പുള്ളിക്കാരൻ വന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നൊരു സ്ഥലമാണ് ഈ തായ്വാൻ എന്നുള്ള ഏരിയ. കാരണം അതിനെക്കാട്ടിലും മുന്നേ എനിക്ക് ബക്കറ്റ് ലിസ്റ്റിൽ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തായ്വാൻ പോകുള്ളായിരുന്നു. പക്ഷേ പോകേണ്ട ആവശ്യം വന്നു, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി, ഓപ്പണായി എടുത്തു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാണ്. വന്ന ഉടനെ ഇടയിലുള്ള സീൻസൊക്കെ ഇനി കാണാം. എല്ലാവരും വിചാരിക്കേണ്ടാവും എൻ്റെ പെട്ടി മഞ്ഞയാണല്ലോ എന്നൊക്കെ. ഞാനിത് ദുബായിലോട്ട് വരുമ്പോൾ വാങ്ങിയ പെട്ടിയാണ്. അതായത് 2019 ആഗ്രഹിച്ച് കാശ് സേവ് ചെയ്ത് വാങ്ങിയ പെട്ടിയാണ്. ഇപ്പം ഞാനിവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ സെയിം പെട്ടി ഇരിപ്പുണ്ട്. ഇപ്പോഴും ആ മോഡൽ ഓൺ ഗോയിങ് ആണ്. അതിൻ്റെ കളേഴ്സൊക്കെ കണ്ട മൈ ഫേവറേറ്റ്. ഇപ്പം അറിയാതെ കാറും മഞ്ഞയായി പോയി. ഹലോ, ഓ കുറച്ച് ഞാൻ നേരത്തെ ഇറങ്ങി. അവരെ പോസ്റ്റ് ആക്കണ്ടെന്ന് ചോദിച്ചാൽ അവരെ വിട്ട് നേരത്തെ തട്ടിയിട്ട് പോകാൻ പറഞ്ഞു. ആ, ഹാൻഡ് ബാഗ്. ആ, ഓക്കെ, താങ്ക് യു. വ്ളോഗിലോട്ട് ഹായ് പറയും. ഇതാണ് സബീൽ ബ്രോ. ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തായ്വാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് കാണുന്നതായിരിക്കും ഞങ്ങളുടെ എല്ലാ പരിപാടീസും. ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ലാൻഡ് ചെയ്യുന്ന സമയം നോക്കുമ്പോ 12 മണിക്കൂർ ട്രിപ്പാണ് അല്ലേ? നമ്മൾ 4 മണിക്ക് എടുത്തല്ലോ പറഞ്ഞിട്ട്. അതെ അതെ, 8 hours 20 minutes ട്രാവൽ ടൈം ടോട്ടൽ. ദുബായിൽ സ്മാർട്ട് ഗേറ്റ് ഒക്കെ ആയതുകൊണ്ട് ബോർഡിങ്ങിന് മെഷീനുണ്ട്, ബോർഡിങ് പാസ് ചെക്ക് ഇൻ ചെയ്യാൻ. അതുകൊണ്ട് അത് ഫാസ്റ്റാണ്. അപ്പോൾ ഇമിഗ്രേഷനും ഫാസ്റ്റാണ്. ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ അകത്ത് കയറി. ഇനി ഇത് ഈ ഐറ്റംസ് ഒന്ന് സ്കാൻ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എയർപോർട്ടിൻ്റെ അകത്തുള്ള സ്റ്റോഴ്സ് കണ്ടോ. ഐറ്റിലിന് കഴിക്കാൻ വല്ല ചോക്ലേറ്റും വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഫേമസ് ഫിക്സ് ചോക്ലേറ്റ് ദുബായ് ഇറക്കിയടി. പാസ്പോർട്ട് എടുക്കേണ്ടത് ഇത്രയും പേര് ആ ഫ്ലൈറ്റിലോട്ടുള്ളതാണ്. സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ എമിറേറ്റ്സിൻ്റെ A380 എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അതായത് അറിയുന്നവർക്കറിയാം, ഡബിൾ ഡെക്കർ 2 ഫ്ലോറിലുള്ള എമിറേറ്റ്സ്.
ആ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എൻ്റെ ഒരു ആഗ്രഹം വരെ പോകണമെന്നുള്ളത്. എങ്ങനെയാണെന്ന് നോക്കാം. മേലെ മേലെ അടിയിലെ എക്കണോമി. നമ്മളൊക്കെ താഴെയാണ്. അതാണ് നമ്മൾ പറഞ്ഞ അപ്സ്റ്റേഴ്സ്. ഞങ്ങൾ രണ്ടുപേരെ സീറ്റ് വേറെ വേറെ സീറ്റാണ്. നമ്മുടെ ഭാഗ്യത്തിന് വിൻഡോ സീറ്റാണ്. നമുക്ക് ഹെഡ്ഫോണുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, സ്ക്രീനുണ്ട്, ഒരു മൂവിയെ കണ്ടിരിക്കാം. ഇവിടെ വ്യൂ ഉണ്ട്. കുഴപ്പമുണ്ടാവില്ല. 8 hours ഇരിക്കാൻ പറ്റുമായിരിക്കും. Morning, ladies and gentlemen, boys and girls. This is your captain, Tess speaking from the flight deck. അപ്പൊ പോവാല്ലേ? ഓക്കെ. Myself is from Taiwan, and on behalf of our Emirates and the entire crew, would like to welcome everyone for our flight. നമ്മളൊക്കെ ക്യാമറയോട് ഞാൻ പറഞ്ഞ സാധനം നമ്മളിങ്ങനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ക്യാമറകളും ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടാ, ഫ്ലൈറ്റ് നിൽക്കുന്നതും ഫ്ലൈറ്റ് എവിടെയാണെന്നും നമുക്ക് പോകാനുള്ള റൂട്ട് കാണിക്കുന്നതാണ് തോന്നുന്നത്. കണ്ട് ദുബായ് ടു തൈവാൻ. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ലാൻഡിങ്ങിനായി ഒരു 10 minutes ലാൻഡിങ്. നല്ല വെയില പുറത്ത്. എത്തിയിരിക്കുകയാണ്. കേക്ക് എടുക്കണം. ഫ്ലൈറ്റിലിരുന്ന് മടുത്തു. 8 മണിക്കൂർ ഇരിക്കുക കാരണം അത്ര എളുപ്പമുള്ള പരിപാടിയില്ല. ഞാൻ പിന്നെ കുറച്ച് പകുതിയൊക്കെ വേണ്ടിയിട്ട് നടന്നു കുറച്ച് ഫ്ലൈറ്റിനുള്ള കൂടെയൊക്കെ. അതുകൊണ്ടൊരു സമാധാനം. ഇവിടെ വൈകുന്നേരം എന്നാ തോന്നുന്നത്. അതായത് ഗ്രീൻ ട്രാക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുഡൊന്നും ഇല്ലാന്ന്. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. കാർഡ് എടുത്തിട്ട് പോണവർക്ക് ഈ ട്രാക്കും കാർഡ് എടുക്കാതെ പോകുന്നവർക്കൊക്കെ ഈ ട്രാക്ക്. സബീൽ ബ്രോ പറഞ്ഞത് വെച്ചിട്ട് നമ്മുടെ ഒരു ഫുഡ് ഇല്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്ന കാർഡാണെന്നാണ്. ഫുഡ് ഐറ്റംസ് ഉള്ളവരൊക്കെയാണ് ഇവിടെ തടയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നല്ല ഫൈനുണ്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ. ഞാൻ ഇവിടുത്തെ എമിഗ്രേഷൻ കടന്നു. എമിഗ്രേഷൻ്റെ അവിടെ ചെറിയൊരു വള്ളി ഉണ്ടായിരുന്നു. ഇവിടെ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് എമിഗ്രേഷൻ്റെ ഗേറ്റിന് അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ടാബിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചില്ല, നമുക്കറിയില്ലല്ലോ. ഞങ്ങളങ്ങനെ കയറി എമിഗ്രേഷൻ്റെ ലൈനിലേക്ക് ഒന്ന് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് പറഞ്ഞ അറൈവൽ കാർഡ് ഇല്ലാതെ കയറാൻ പറ്റില്ല. തിരിച്ചു പോയി അത് അപ്ലൈ ചെയ്ത് അത് ഇമെയിൽ കിട്ടി. അതൊന്ന് കാണിച്ചിട്ടാണ് കയറി. നല്ല മനുഷ്യന്മാരാണ്. തിരിച്ച് ലൈനിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. സെക്യൂരിറ്റി നേരെ കയറ്റി വിട്ട് കൗണ്ടറിലോട്ട്. സബീൽ ബ്രോയും കൂടി ഒന്ന് വരണം. പുള്ളിക്കാരൻ്റെ അറൈവൽ കാർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചെക്കിൻ ചെയ്യുമ്പോഴും എമിഗ്രേഷനിൽ ചെക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ പാക്ക് ചെയ്യാത്തൊരു ബാഗ് നമ്മുടെ കയ്യിൽ വെക്കരുത്. ഒരിക്കലും വെക്കില്ല. എന്റെ ആയിക്കോട്ടെ, അപ്പം സ്വന്തം അനിയൻ, സ്വന്തം ആരും ആയിക്കോട്ടെ, സ്വന്തം പാപ്പമ്മന്ന് പറയുമ്പോൾ വീട്ടിൽ കിടന്ന് പാക്ക് ചെയ്ത് വെക്കണ വേറെ കാര്യം. അവന്റെ കൂട്ടുകാരൻ്റെ ഒരു സാധനം ഉണ്ടെന്നിരിക്കട്ടെ, എന്നാലും തൊടരുത്. സബീൻ നമ്മളെ പിക്ക് ചെയ്യാൻ ഹോട്ടലിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. വെൽക്കം ടു തൈവാൻ. ഇവിടെയാണോ ഈ സപാട്ടിക്ക? ഒന്ന് ആളെ നമ്മൾ ഫോളോ ചെയ്ത് പോകുമായിരുന്നു. തൈവാൻ കാല് കുത്തിക്കാര്. ആ ഒരിടക്കിടക്ക് പേര് കാണിച്ചിട്ട് വരാൻ പറയും. എവിടേക്കാണോ നമ്മളെ കൊണ്ടുപോകും. കണ്ടിരിക്കാൻ പറ്റില്ല. ഫ്രണ്ടിലിരിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇവിടുത്തെ റോഡ് എന്താണെന്ന് അറിയില്ല. ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ബാക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ചെക്കിൻ ചെയ്യാൻ It's okay. It's too heavy. So നമ്മൾ നമ്മുടെ റൂമിലെത്തി. അടിപൊളി സിറ്റി വ്യൂ ആണല്ലോ. ഓ നൈസ്. ഒമ്പോ ഇതിലെങ്കിലും
അവിടെ ഒരു വേറൊരു ലോകം, റോഡൊക്കെ പോകുന്നുണ്ട് മലയുടെ ഇടയിൽ കൂടെ, ഫുൾ ഗ്രീൻ, നൈസ്. ഇത് മറ്റേ ടോക്കിയോ ഡ്രിഫ്റ്റിലുള്ള സാധനമാണോ, അങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ച് ഇങ്ങനെ കയറിയായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഡെഡായി, ക്യാമറയുടെ ചാർജും തീരാറായി, ചാർജ് ചെയ്യട്ടെ. ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. ഫുഡ് കോർട്ടിനകത്ത് പോയി കഴിക്കാന്ന്. ഫുഡ് കോർട്ടല്ല, അത് ഈ നമ്മൾ ഈ കാർഫോറിന്റെ അതൊക്കെ നമ്മൾ അങ്ങനത്തെ അതിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നത്, സ്നാക്സും അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ എന്താ നിങ്ങളെ ഓപ്ഷൻ? പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാക്ഡൊണാൾഡ്സ്, KFC അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ട്രൈ ചെയ്യണം. എന്താണ് കുഴപ്പം, ഇത് നിങ്ങൾ കഴിക്കാത്ത സാധനങ്ങളായിരിക്കും. കണ്ടിട്ട് പോവാലോ, ഇവിടെ പോയി നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ പോവാം. പിന്നെ റെസ്റ്റോറന്റ് ഇരിക്കുന്ന ഇവിടെ നമ്മുടെ ഇവന്റ് നടക്കുന്നത് ആ ബിൽഡിംഗ് ഉണ്ട്. ഇതിന്റെ അതാണ് ആ ബിൽഡിങ്ങിലാണ് എന്റെ ആ സൈഡാണ് എൻട്രൻസ്. അടിപൊളി, അല്ല ക്ലീൻ സിറ്റി, ക്ലീൻ സിറ്റി. മലയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, വെറുതെ കല്ലടിക്കി വെച്ചിട്ടാണല്ലോ പാത ഉണ്ടാക്കി. ഒരു രക്ഷയില്ലാത്ത സിറ്റി ക്ലീൻ. ഇതാണ് എൻട്രൻസ്. കണ്ട ഇവിടെ ഇവന്റ് നടക്കാൻ പോണ നമ്മുടെ ഇന്റർവ്യൂ മിക്കവാറും നെക്സ്റ്റ് ചില്ല കണ്ട അവിടെ വെച്ചായിരിക്കും മിക്കവാറും നടക്കാൻ പോണത്. ഓ നൈസ്. ആ ഒരു കൈ ഇങ്ങനെ കൂർത്ത് വെച്ചേക്കണ AMDയുടെ ബിൽഡിങ് ഗൈസ്, അതാ കമ്പ്യൂടെക്സ് AI June 225. ഇവിടെ നിന്ന് കാണാമെന്ന് വിചാരിക്കണം. അതാണ് നമ്മുടെ ഇവൻ്റ് നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് മെയിൻ സ്ഥലം ടെക്കിൻ്റെ. ഒന്നല്ല, അതല്ലേ? ക്യാമറയിലെ സ്റ്റോറേജ് ഫുള്ളായി ഗൈസ്. അപ്പം ഞാൻ ഫോണിലാണ് എടുക്കുന്നത് ബാക്കി. ആണ് ഇവിടുത്തെ ഫുഡ് മാർക്കറ്റ്. നമുക്ക് അറിയുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട്, അറിയാത്ത കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കഴിക്കാന്ന് വിചാരിക്കുന്നത്. അവിടെ വൻ തിരക്കാണല്ലോ. ഓ നൈസ്. ലോപ്പിയ ജപ്പാൻ. ഇതൊരു സ്ട്രീറ്റ് പോലെയാണ്, ഗ്രാഫിക്സ് ഉള്ള. നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ കാഫോറ പോലെ തന്നെ കേട്ടോ. അങ്ങനെയൊന്നും കണ്ട ഞാൻ ഒന്നും എടുക്കും. അതാണ് ഞാൻ ഇങ്ങനെ കണ്ടാ ഒന്നും എടുക്കൂല. കിട്ടോ? ക്രാബ് മീറ്റ് മാത്രമാണ് വലിയ ക്രാബ്. നമ്മുടെ സിനിമയിലും ഷിപ്പിലൊക്കെ പിടിക്കുന്ന അതിന്റെ ഷെല്ല് കളഞ്ഞുള്ള സാധനമാണ്. കിട്ടത് അടിപൊളി. ക്രൂസ് അവന്മാര് പോകാൻ പോകാന്ന് പറഞ്ഞു. അവിടെ ആയിരിക്കും, ഉള്ളിലായിരിക്കും. ക്ലോസ് ചെയ്തല്ലേ? ഇത് കൊള്ളാലോ. എന്താ മീറ്റ് അറിയാത്താണ്. നാളെ ക്രാബ് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇന്നോട് ഒരു ഇതെല്ലാം തീർന്നിട്ടുണ്ട്. അതെല്ലാം ഒന്നും മനസ്സിലാവണില്ല, അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്ത് വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാ. ഒരേ ക്ലീനിങ് തുടങ്ങി പരിപാടി കഴിഞ്ഞിട്ട്. കണ്ടോ ഫുൾ കാലി, എംപ്റ്റി. നല്ല സാധനങ്ങളൊക്കെ വിറ്റുപോയി. നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിക്കാന്ന്. നെറ്റ് എടുത്തിട്ട് എന്ത് മീറ്റാന്ന് നോക്കേണ്ടി വരും. ഹാരി പോട്ടറിന്റെ ഒരു സ്റ്റോർ എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കേറുന്നില്ല, വിശന്നിരിക്കുകയാണ്. അവിടെ വടിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിലെല്ലാം എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. സ്റ്റിക്കൊക്കെ ഉണ്ട് മാജിക്കിന്റെ. പറ്റുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ആണ് മോള്. മിനിയുടെ കാസൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. സാംസങ് സ്റ്റോർ ഒരുവിധം എല്ലാ സെയിം തന്നെ. നമ്മൾ കാണാത്ത ബ്രാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. നോർത്ത് ഫേസിന്റെ സ്റ്റോർ അത് നമ്മളവിടെ ഇല്ലാണോ? ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വേറെ ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയാണ്. നമ്മുടെ അവിടുത്തെ മിനിസോന്റെ മെയിൻ സാധനം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പിണിക്കില് അടിപൊളി സംഭവം കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറണം. അതൊക്കെ ഒന്ന് കയറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ വീട്ടിൻ്റെ നമ്മളിപ്പോൾ ഹോട്ടൽ അടുത്തായതുകൊണ്ട് പിന്നെയും വരാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. ഫുഡാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ക്വയറ്റ് ആൻഡ് ക്ലീനാണ് രാത്രി. ഇങ്ങനെ കുട്ടികൾ മാത്രമാണ് രാത്രി പാർക്കിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകൃതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കാണണമെങ്കിൽ ഈ മരങ്ങളൊക്കെ നോക്കിയാൽ മതി.
ചാരി വെച്ചിരിക്കണ്ടോ ശരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഉണങ്ങിയ മരമാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ KFC കണ്ടുപിടിച്ചു ഗൈസ്. നമ്മൾ KFC മാത്രമല്ല വണ്ടി പ്രാന്തന്മാർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന നമുക്ക് KFC സ്കൂട്ടർ റെന്റിനെടുക്കുന്ന സ്ഥലവും. ആ അതല്ല ഞാനൊക്കെ ഈ റോഡിൽ അപ്പുറത്തെ റോഡിൽ സുഖമായിട്ടുണ്ട്. അവിടെ പോണോ? അതിൽ നല്ലതാണ്. ആ KFC ട്രൈ ചെയ്യാം. ഇവിടെ ഇരിക്കാനൊന്നും ഇല്ല അല്ലേ? ഇംഗ്ലീഷ് ഓ ഭാഗ്യം. ടേക്കവേ ആ ഒറ്റ ഓപ്ഷനുണ്ട്. സിറാച്ച വേണമെന്ന് പറഞ്ഞില്ല. അല്ലല്ല അതന്നെ വേണമെന്നില്ല. ഡ്രിങ്ക്സ് അവിടെ ഉണ്ടല്ലോ. എനിക്ക് ബർഗറാണോ ചിക്കൻ കഴിക്കണോ? എനിക്കും ചിക്കൻ പെപ്പറോ. നമ്മൾ KFC ഫുഡൊക്കെ വാങ്ങി. വേറെ എവിടെയും KFCയുടെ ഫുൾ ഫോം അങ്ങനെ എഴുതി കണ്ടിട്ടില്ല. ഇവരുടെ KFCയുടെ ഫുൾ KFC ഞാൻ ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റിൻ്റെ ചായ കണ്ടുപിടിച്ച് ഗൈസ് ചായ പിടിച്ച് നോക്കി. ഐസ് ടീ ചൂടാക്കി തന്നവരുണ്ട്. അത്ര അടിപൊളിയല്ല. ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തിരുന്ന് നൈസായിട്ട് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.